ആദ്യം ശ്രീ റെജി ലൂക്കോസ്. കൃത്യം പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് മുൻപാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒക്കെ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിവാദ പരാമർശമുണ്ടായത്. അന്ന് കേസെടുക്കണമെന്ന് നിരവധി കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു. കേസെടുത്തില്ല. ശ്രദ്ധിച്ചാൽ മതിയെന്ന് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നീട് ഇതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചു. ആദരം അർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപക്ഷെ അതുതന്നെയാകുമോ ഈ പരാമർശങ്ങൾ ആവർത്തിക്കാൻ വെള്ളാപ്പള്ളിയെ പ്രേരിപ്പിക്കുന്നത്? നിങ്ങളിങ്ങനെ അതിനെ ആ രീതിയിൽ കണ്ട് വക്രീകരിക്കാൻ ശ്രമിക്കണ്ട. വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന് കേരളീയ സമൂഹം 1% പോലും അംഗീകരിക്കുന്നില്ല. വട്ടുപിടിച്ചൊരു മനുഷ്യൻ എന്നുള്ള പച്ചമലയാളത്തിൽ ഞങ്ങളുടെ കോട്ടയം ഭാഷ എന്ന് പറയാൻ പറ്റും. ഇത്രയ്ക്കും വർഗീയത പറയുന്ന ഒരു മനുഷ്യൻ കേരളീയ പൊതുസംസ്കാരത്തിന് അപമാനമാണ്. അദ്ദേഹത്തിനെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അദ്ദേഹത്തിന് തോളത്തെടുത്ത് വെക്കുന്നുണ്ട്. ഒരു സമുദായത്തിന് നേതാവെന്നുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ബഹുമാനം അദ്ദേഹം ദുരുപയോഗം ചെയ്തത്. ഇപ്പൊ നമുക്ക് കോഴിക്കോട് മാൻഹോളിൽ ഒരു സഹോദരൻ 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ആ മാൻഹോളിൽ വീണ് മരണമടയുന്ന ഘട്ടം വന്നപ്പോൾ ഇദ്ദേഹം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇറങ്ങി അവരെ രക്ഷിക്കുന്നതിനിടയ്ക്ക് ആ പ്രിയപ്പെട്ട സുഹൃത്ത് മരിച്ചുപോയി. അന്ന് അദ്ദേഹം പറഞ്ഞ് വിഷലിപ്തമായ വർഗീയത വാസവരുടെ കേരളമായതുകൊണ്ട് മാത്രമേ ഇതിനൊക്കെ ക്ഷമ കൊടുക്കുന്നത്. വേറെ എവിടെയാണെങ്കിലും വെള്ളാപ്പള്ളി അല്ല റെജി ലൂക്കോസ് അന്ന് ക്ഷമിച്ചില്ല. അന്ന് കേസെടുത്തു. ആ വിവാദ പരാമർശത്തിൽ നൌഷാദ് എന്ന യുവാവിന്റെ മരണത്തിൽ നടത്തിയ ആ വിദ്വേഷ പരാമർശത്തിൽ അന്ന് കേസെടുത്തു. അന്ന് UDF-ന്റെ ഭരണമായിരുന്നു, ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അന്ന് കേസെടുത്തതാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇല്ല, അതൊക്കെ ശരി. ഞാൻ കേരളീയ പൊതുസമൂഹം എന്നാ പറഞ്ഞത്, അല്ലാണ്ട് സർക്കാർ എന്നല്ല പറഞ്ഞത്. കേസ് അവിടം വരെ എത്തി. ഉമ്മൻചാണ്ടി സർക്കാർ ആ കേസെടുത്തുള്ളവർക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇന്നും കേരളത്തിലൊരു നോവായിട്ടാണ് ആ സംഭവം നിൽക്കുന്നത്. ഇതുപോലത്തെയുള്ള മനുഷ്യർക്ക് കേരളത്തില് സത്യം പറയുന്നത് ഇവരൊക്കെയാണ് കേരളത്തിന്റെ ബഹുസ്വരതയെ, കേരളത്തിന്റെ മതേതര ഭാവത്തെ, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ ഇത്രയ്ക്കും മലീത്സവമാക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. എനിക്ക് ആ കാര്യത്തിൽ തുറന്നു പറഞ്ഞതിന് ഒരു മടിയില്ല. ഈ വെള്ളാപ്പള്ളിയിലേക്ക് താങ്കൾ തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നോക്കൂ, ഈ പരാമർശം ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോ കൃത്യമായ നടപടികൾ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ പരാമർശങ്ങൾ ആവർത്തിക്കുന്നത്? കഴിഞ്ഞ തവണ പറഞ്ഞത് എന്താണ്? മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, പ്രത്യേക രാജ്യം എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ നടത്തി. കേസെടുത്തില്ല എന്നത് പോട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രദ്ധിക്കണം എന്ന നിലയിലാണ് ആദ്യം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 30 വർഷം ആഘോഷിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിച്ചു. പങ്കെടുത്തപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? അത് വേറെ തെറ്റായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. അദ്ദേഹം വ്യാഖ്യാനിച്ചത് ശരിയായ രീതിയിൽ ഒരു പാർട്ടിയാണ് എന്ന് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അത്തരം പരാമർശങ്ങളെ താങ്കൾ ഇപ്പോൾ നിശിതമായി വിമർശിച്ചു, തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി ചെയ്തത് അതാണോ? അല്ല, ഞാൻ പറഞ്ഞു തുടക്കത്തിലെ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു മുമ്പും ഇതുപോലത്തെ മതവിദ്വേഷ പ്രകടനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ അദ്ദേഹം ഭരണത്തിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ആഞ്ഞടിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ നടേശനെ ആദരിക്കുക എന്ന് പറഞ്ഞ SNDP-യുടെ ആ ചടങ്ങിനെ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച SNDP-യുടെ അധ്യക്ഷത്തിന് പദത്തിലിരിക്കുന്ന ആളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുക അതൊരു ബഹുസ്വരതയുടെയും അതൊരു സാമാന്യവരുതയുടെ ഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ആ രീതിയിൽ കാണേണ്ട കാര്യമില്ല. തന്നെയല്ല, അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞാൽ വേദിയിൽ വെച്ച് തന്നെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വ്യക്തി നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകുന്ന സന്ദേശം എന്താണ്? അതിനെതിരെ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടാണ് മത്സരിക്കണം. SNDP യോഗത്തിലെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും അംഗീകരിക്കുമോ? SNDP യോഗത്തിൽ എന്ന് പറയുന്നതും ആ SN ട്രസ്റ്റ് SNDP യോഗം എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ എന്താ പറയാ നവോത്ഥാന മുന്നേറ്റത്തിനും കേരളീയ സംസ്കാരം നൽകിയ സേവനങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ളത് നമുക്ക് സ്മരിക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ ആ കസേരയിൽ നിന്നുകൊണ്ട് പറയുന്നത് കൊണ്ട് ആ സമൂഹത്തിനെ നമുക്ക് തെറ്റായി കാണാൻ പറ്റും? ഒരിക്കലും കാണാൻ പറ്റില്ല. 1% പോലും കാണാൻ പറ്റത്തില്ല. ഇദ്ദേഹം അവിടെ പോയി പ്രസംഗിച്ചല്ലോ എടക്കരയിൽ, നിലമ്പൂര്. ഏതെങ്കിലും ഒരു വ്യക്തി അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? നിങ്ങളത് പറയൂ. ഏതെങ്കിലും ഒരു വ്യക്തി ഉൾക്കൊണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സ്ഥലമൊന്നുമില്ല കേരളം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയെ കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞത് എന്താ? ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കെ സുരേന്ദ്രൻ പറഞ്ഞത് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്നാണ്. ഇന്നത്തെ പരാമർശം ഉൾപ്പെടെ അതേപോലെ ആഘോഷിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞു എന്ന് കാട്ടി പറയുന്നതുണ്ട്. ഇത്രയും മാത്രമല്ല, ബാക്കി യാഥാർത്ഥ്യം കൂടി പറയൂ എന്ന് പറയുന്നവരുണ്ട്. അത് ആരും ആഘോഷിക്കുന്നില്ല എന്നൊന്നും താങ്കൾ പറയണ്ട. അല്ല, തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയുടെ അതേ മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണല്ലോ സുരേന്ദ്രൻ അതിനെ കൊള്ളുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവരെ പോലുള്ളവരാണെന്ന് കേരളത്തിന്റെ കേരളത്തിന്റെ എന്താ പറയാ ഈ നമ്മുടെ ശക്തിയെ ചോർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവർക്കൊന്നും കേരളത്തിൽ വേര് ഉറപ്പിക്കാൻ പറ്റാതിരുന്നത്. അത് കൃത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ആ നിരീക്ഷണം വളരെ കറക്റ്റാ.
അങ്ങനെയുള്ളത് സപ്പോർട്ട് ചെയ്യും. വർഗീയവാദികളെ കൂട്ടി കേരളത്തിനെ കീഴടക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റും. എന്നിട്ട് എന്താ തീർച്ചയായും കേരളം ശ്രീ ഇവരോട് പ്രതികരിക്കാത്തത്? ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെയുള്ള ശ്രമങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു, നാളെയും നടക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ മുളയിലെ നുള്ളുക എന്നതാണല്ലോ ചെയ്യേണ്ടത്. 10 വർഷം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പരാമർശത്തിൽ കേസെടുത്ത ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. അന്ന് KPCC അധ്യക്ഷനും CPM സംസ്ഥാന സെക്രട്ടറിയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ ഇന്ന് ആ പരാമർശം 3 മാസം മുൻപ് നടത്തി വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു. പല കോണിൽ നിന്നും അതിനെ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ കേരളമായതുകൊണ്ട് അതങ്ങ് പോയി. ദാ വീണ്ടും 3 മാസത്തിനിപ്പുറം അത് ആവർത്തിക്കുകയാണ്. അപ്പോഴും നടപടി ഉണ്ടാകുന്നില്ലേ എങ്കിൽ അത് ആവർത്തിക്കപ്പെടില്ലേ? കൃത്യമായ നടപടി ഉണ്ടാകണ്ടേ? ഇപ്പോഴും അപ്പോഴും 3 മാസത്തിന് മുമ്പും ഇപ്പോഴും ആരും അതിനെതിരെ രംഗത്ത് വരുന്നില്ല, കേസെടുക്കണമെന്ന് പറയുന്നില്ല. ഈ പ്രധാനപ്പെട്ട ആളുകൾ, പാർട്ടികളുടെ നേതാക്കളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു മിനിറ്റ് സമയം തരണം, കൃത്യമായ മറുപടി ഉണ്ട്. അതായത് ഇതിലും വലിയ വർഗീയത പറഞ്ഞിരിക്കുന്ന ഒരു വിദ്വാനുണ്ട് കേരളത്തിൽ. 32 വർഷം നിയമസഭയിൽ അംഗമായിരുന്ന PC ജോർജ്. PC ജോർജിനെതിരെ 2 പ്രാവശ്യം നടപടി സ്വീകരിക്കുകയും 2 തവണ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടും PC ജോർജിന്റെ വായിക്ക് സിപ്പിടാൻ ആർക്കെങ്കിലും പറ്റിയോ? തൊടുപുഴ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ. ഇപ്പോൾ കേസെടുക്കാൻ പറഞ്ഞിരിക്കുക. ഇങ്ങനെ കേസെടുത്തുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിയെ വായടയ്ക്കാൻ പറ്റൂ. ചെയ്യേണ്ടത് അതല്ല, ഇവരെ പോലുള്ളവരെ അവഗണിക്കുക എന്നുള്ളതാ. സമൂഹം അവഗണിക്കുക കഴിയുമ്പോൾ ഇവർക്ക് വേദികൾ കിട്ടത്തില്ല, ഇവരുടെ വാ തന്നെ അടയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളെ പോലുള്ളവർക്ക് ഇവരുടെ മുമ്പിൽ പോയി മൈക്ക് വെച്ച് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലുള്ള വിഷയത്തിന്റെ മുമ്പിൽ ഇനി പേര് ഞങ്ങൾ മൈക്ക് വെക്കത്തില്ല. തെറ്റ് ഒരാൾ ചെയ്തു, നടപടിയെടുത്തു, പക്ഷെ വീണ്ടും തെറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി എന്നാ പിന്നെ നടപടി എടുക്കണ്ട എന്നതാണ് നിയമമെങ്കിൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.